ഹായ് ഗൈസ്, ഇപ്പോൾ വീക്കെൻഡ് ടെറസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് അങ്ങ് ദൂരെ ഒരു മേഘത്തിന് ഇടയ്ക്ക് കാണുന്നില്ല, അതാണ് റാത്തൽ ഐലൻഡ്. സ്ലോ ലൈഫായിട്ട് പോകുന്ന ഒരു ഐലൻഡാണ്. ഈ നോർത്തേൺ ഐലൻഡിലുള്ള ഒരു ആൾക്കാർ താമസിക്കുന്ന ഒരേ ഒരു ഐലൻഡാണിത്. നിങ്ങളെ അതിന്റെ വീഡിയോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ബായോ. രാവിലത്തെ ഫസ്റ്റ് ഫെറി തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി. രാവിലെ 6:30 ആയപ്പോൾ ഇറങ്ങി ലിസ്ബണിൽ നിന്നും ബാലി കാസിൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാലി കാസിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കുറച്ച് വണ്ടിയിൽ പെട്രോളൊക്കെ ഒന്ന് ഫില്ലാക്കി, അതുപോലെ തന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടുള്ള യാത്ര തിരിച്ചത്. നോർത്തേൺ ഐലൻഡിലെ 6 കൗണ്ടിയിലെ ഒരു കൗണ്ടിയായിട്ടുള്ള കൗണ്ടി ആൻട്രിമിൽ ബാലി കാസിൽ എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കോസ്റ്റൽ തീരത്തിനോട് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ഈ ബാലി കാസിൽ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് സൈറ്റ് സീയിങ് ലൊക്കേഷൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കോസ്റ്റൽ റൂട്ട് വഴി വരുമ്പോൾ കാണാൻ പറ്റുന്ന സൈറ്റ് സീയിൻ്റെ പ്ലേസസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരൊറ്റ റൂട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ രാത്രി ലൈനിലോട്ടുള്ള ഈ യാത്രയും ഈ ബാലി കാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ബാലി കാസിലിൻ്റെ രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വണ്ടി ബാലി കാസിലിൻ്റെ അടുത്ത് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ മുന്നിലായിട്ട് പാർക്ക് ചെയ്തു. ഈ സമയം ഓഫ് സീസൺ ആയതുകൊണ്ട് അവിടെ നമുക്ക് ചാർജസ് ഒന്നും അപ്ലൈ ആയിട്ട് വന്നില്ല. ഏപ്രിൽ 1 മുതൽ അവിടെ പാർക്കിങ്ങിന് ചാർജസ് ഉണ്ടാകുമെന്നാണ് അറിയിച്ചത്. 8:30 ആയപ്പോൾ തന്നെ അവർ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ആളുകളെ എൻ്റർ ചെയ്ത് തുടങ്ങി. ഈ കിൻഡ്രാറ്റു എന്ന് പറയുന്ന ബോട്ടിൽ നമുക്ക് പ്രാംസ് അലൗഡ് അല്ല, പക്ഷെ നമുക്ക് സ്ട്രോളേഴ്സ് കൊണ്ടുവരാൻ പറ്റും. പ്രാമിനേക്കാളും കുറച്ചുകൂടി ചെറുതാണ് സ്ട്രോളേഴ്സ്. അങ്ങനെ അവർ ഷാർപ്പ് ടൈമിൽ തന്നെ ഫെറി അവിടെ നിന്ന് എടുത്തു. അങ്ങനെ ഞങ്ങൾ റാത്തൽ ലൈനിലൂടെയുള്ള യാത്രയിലാണ്. വേഗത്തിൽ ചെല്ലുന്ന ഫെറി ആയതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് അവർ പോകുന്നത്. അപ്പോൾ തന്നെ റഫ് സീ ആണെങ്കിൽ വെള്ളമൊക്കെ നമ്മുടെ സൈഡിൽ കൂടെ അടിച്ച് കയറാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ കഴിഞ്ഞ 20-25 മിനിറ്റിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ റാത്തൽ ലൈനിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ബാലി കാസിൽ നിന്നും റാത്തൽ ലൈനിലോട്ട് വന്ന കിൻഡ്രാറ്റു എന്ന് പറഞ്ഞ ഫെറിയാണിത്. 2020 ഇത് ബിൽഡ് ചെയ്തതായിട്ടാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത്. അതുപോലെ നോർത്ത് കോസ്റ്റ് ആയിട്ടുള്ള പല സൈറ്റ് സീയിങ് പ്ലേസിലോട്ടും ഇവിടേക്ക് ടൂർ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഇവരുടെ ലിങ്ക് എന്തെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. നമ്മളവിടുന്ന് ഫെറി ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്കിവിടെ നമ്മുടെ ഫെറി എപ്പോഴൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ടൈമിങ്, എപ്പോഴൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത്, ഇത് ഡേറ്റ് ഉണ്ട്. ഡേറ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനും കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ മറ്റേ സമ്മറിലും വിൻ്ററിലും പല ഇതാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ റാത്തൽ ലൈനിൽ വന്നേക്കണം. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് ലെഫ്റ്റിലോട്ട്, നമ്മൾ ഫെറി ഇറങ്ങിയിട്ട് ലെഫ്റ്റിലോട്ട് വരുമ്പം ഇവിടെയാണ് തീരുന്നത്. ഇത് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വരെ കുറച്ച് വീടുകളുണ്ട്, അവിടെ കൊണ്ട് തീരുവാണ്. പിന്നെ ഇവിടെ ഒരു ചർച്ചുണ്ട്. ഈ ചർച്ചിൽ നിങ്ങൾക്ക് കാണാം എല്ലാ സെക്കൻഡ് മാസത്തിലെ 2ാമത്തെ
ഞായറാഴ്ച കുർബാനയുണ്ട് 11:30. അത് ഡിസംബർ ടു ജൂലൈ ആണ് കാണിക്കുന്നത്. പിന്നെ ടൈമിംഗ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ എന്നാ ഇവിടുന്ന് നേരെ ഇങ്ങനെ പോകുമ്പം ഇവിടെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതുവഴിയാണ് നമ്മൾ നേരെ അടുത്ത മെയിൻ ലൈറ്റ് ഹൗസിലോട്ട് പോകുന്നത്. അവിടെയാണ് നമുക്ക് സെഞ്ചുറിയുടെ ഇതും കാര്യങ്ങളൊക്കെ ഉള്ളത്, എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ അവിടെയാണ്. ഇപ്പം അത് ക്ലോസ്ഡ് ആണ്. അത് ഡ്യൂ ടു നമ്മൾ നോൺ സീസൺ ആയതുകൊണ്ട്. സീസണിൽ വരുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് കാണാനും പറ്റും. പിന്നെ ഒരുപാട് നല്ല ലൈറ്റ് ഹൗസ്, പ്രത്യേക ലൈറ്റ് ഹൗസ് ആണ് അത് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്താണെങ്കിലും കാണിക്കാം. പിന്നെ നമ്മൾ ഈ പള്ളിയിൽ ഇപ്പം കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു, ഒന്നും അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് പള്ളി കേട്ടോ. ഇതിൻ്റെ ഡ്രോൺ ഷോട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, എല്ലാം നമുക്ക് കാണാം കേട്ടോ. റാത്തൽ നൈലിനെ കുറിച്ച് പറയുവാണെങ്കിൽ പ്രകൃതി സൗന്ദര്യത്തിലും ജീവവൈവിധ്യത്തിലും വളരെ സമ്പന്നമാണ് റാത്തൽ ഐലൻഡ്. നോർത്തേൺ അയർലൻഡിലെ ഏറ്റവും വലിയ പക്ഷി കേന്ദ്രമാണ്. സമുദ്രത്തിലും അതുപോലെ തന്നെ കടലിലും കാണപ്പെടുന്ന പക്ഷികളുടെ ഒരു കോളനിയാണെന്ന് വേണം റാത്തൽ ഐലൻഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ. പ്രത്യേകിച്ച് പഫിൻ പക്ഷികൾ, ഗിൽമോട്ട് പക്ഷികൾ, റേസർ ബില്ലുകൾ എന്നിവ ഇവിടെ വലിയ തോതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയാണുള്ളതെന്നുള്ള കാര്യങ്ങൾ ആരോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്, ഈസ്റ്റ് ലൈറ്റ് ഹൗസ്, അതന്നെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടുത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വരാം. അത് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എന്താണെങ്കിലും കൂടെ പോയി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പാറിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. 25 മിനിറ്റ്സിന്റെ ട്രാവലിംഗ് ആയിരുന്നു ഫെറി കൂടെ. ബാലിക്കാസലിൽ നിന്നായിരുന്നു നമ്മൾ ഫെറി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏകദേശം ഈ ഒരു ദ്വീപ് എന്ന് പറയുന്നത് ചെറിയൊരു ദ്വീപാണ് റാത്തൽ ഐലൻഡ് എന്ന് പറയുന്നത്. ഒരു 6 മൈൽ ലെന്തും 1 മൈല് വിട്ടും ഒക്കെയാണ് ഈ ഒരു ഐലൻഡിനുള്ളത്. ഞങ്ങൾ ഈ ഇരുന്ന് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് കഴിക്കുന്ന സ്ഥലം ഒന്ന് കാണണേ, അടിപൊളി സ്ഥലമാണ്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം, എങ്ങനെയാണ് ഇങ്ങോട്ട് വരേണ്ടതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ബുക്ക് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ റാത്തൽ ഐലൻഡ് നമ്മൾ ഫെറി വന്നിറങ്ങിയത് അവിടെയാണ്. അവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊരു ജിം പോലെ സെറ്റപ്പ് ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് വന്ന് എന്തെങ്കിലും വർക്കൗട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, ജെൻസിൻ്റെ ടോയ്ലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഉണ്ട്, പിള്ളേരുടെ എല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് വെള്ളം കിട്ടും. നമുക്ക് റീഫിൽ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ബോട്ടിലൊക്കെ ആണെങ്കിൽ റീഫിൽ ചെയ്തുകൊണ്ട് പോകണേ പോകാം. ഇവിടുന്ന് ഏത് സാറാമ്മയൊക്കെ വർക്കൗട്ട് ചെയ്യുവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചാൽ തന്നെ നമുക്ക് വേസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് സൈറ്റ് സീൻ പ്ലേസസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പോക്കിലാണ്. പിന്നെ ഇതൊരു അട്രാക്റ്റീവ് പ്ലേസ് ആണ്. നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ പിള്ളേരുടെ പ്ലേയിങ് ഏരിയ ഉണ്ട് ഇവിടെ. അടിപൊളി പ്ലേ ഏരിയ ആണ്. പിള്ളേരൊക്കെ ആയിട്ട് ഒരുപാട് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അല്ല, ഇവിടെ വരുവാണെങ്കിൽ രാവിലെ വരിക, അത് കഴിഞ്ഞിട്ട് നേരെ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഒരു ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ വരുന്നവർ ആദ്യമേ തന്നെ ചെയ്യേണ്ടത്, ആദ്യം ഇങ്ങോട്ട് വരരുത്. വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകണമെന്നുണ്ട്. ഇപ്പം ഉള്ള എനർജിയിൽ പോയിട്ട് വേണം ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി നടന്നു പോയി കാണാനായിട്ട്. ഇവിടുന്ന് ഇറങ്ങുന്നില്ല. അപ്പൊ വഴക്കുണ്ടാക്കി ഇവിടെ ഓരോരോ റൈഡിൽ ഇങ്ങനെ കയറി നടക്കുക. അപ്പം എല്ലാ സൈറ്റ്സ് ആൻഡ് പ്ലേസസ് എല്ലാം കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക. അതിപ്പോൾ പിള്ളേർക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ ഫെറി വരാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള സമയവും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അവരും എൻഗേജ്ഡ് ആയിരിക്കും. അപ്പം അങ്ങനെ ഇതേ മേളിൽ കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ. ചെറിയ ഐറ്റംസ് ഒക്കെ കൊണ്ടിട്ട് ഒരു ഞണ്ടിന്റെ ഒരു ഷേപ്പിൽ സംഭവം സെറ്റ് വെച്ചിട്ടുണ്ട്. നൈസല്ലേ, അടിപൊളിയാണേ. നടന്നു പോകുന്ന വഴിക്കെല്ലാം ചെറിയ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ വ്യൂ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടുത്തെ സൈൻ ബോർഡ് ഉണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം. ഇപ്പം ഞങ്ങൾ പോകുന്നത് ലെഫ്റ്റോട്ടാണ്.
നമുക്ക് ഈസ്റ്റ് ലൈറ്റ് ഹൗസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് പോവാം. പഫിൻ ടൂറിനൊക്കെ കൊണ്ടുപോകുന്ന ബസ്സുകളാണ് ഇതൊക്കെ. ഇപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ടായിരിക്കണം ഏപ്രിൽ 12-ാം തീയതിയാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും പഫിൻ ബസ് ടൂറൊക്കെ. അപ്പം നമുക്ക് എന്തായാലും ലൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി പോവാം. ഞങ്ങളോട് അവർ പറഞ്ഞായിരുന്നു മുയലിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് നടപ്പ് സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പോൾ തന്നെ ആശാന്മാരിവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് മനസ്സിലായിരുന്നു വീഡിയോ. ഇനി മൈക്ക് സാറാമ്മയുടെ കേട്ടോ, അവള് പറയുന്നതല്ല നിങ്ങൾ കേട്ടോണേ. സംസാരിച്ചോ. ഹായ്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുകൊണ്ട് നമ്മൾ നടക്കുന്ന വഴി കണ്ടാണേ ഒരു റാബിറ്റിനെ ഇങ്ങനെ വണ്ടി ഇടിച്ചാന്ന് തോന്നുന്നു. നമ്മളിപ്പോ റൂട്ടൊന്ന് മാറ്റി പിടിച്ച് നമ്മളിപ്പോ ആദ്യമേ ഞങ്ങള് വെസ്റ്റ് ലൈറ്റ് ഹൗസിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. പഫിനെയൊക്കെ കാണാനായിട്ടും കൂടെ നോക്കിയതാണ്. ഇവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു തോന്നുന്നു. ക്ലിഫിലൊക്കെ എല്ലായിടത്തും പഫിൻ പക്ഷികൾ കാണുന്നതാണ്. പഫിൻ എന്താണെന്ന് അറിയത്തില്ലാത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം. നല്ല രസമാണ് ആ പക്ഷിനെ കാണാനായിട്ട്. അപ്പൊ നമ്മളിന്ന് കാണുവാണെങ്കിൽ അതിന്റെ കുറെ ക്ലോസപ്പ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പൊ നമ്മളിപ്പോ അതിൽ കൂടെ ഇത് പോയപ്പോഴത്തേനും ഒരു നഴ്സിനെ കണ്ടു, ഒരു ഡിസ്ട്രിക്ട് നഴ്സിനെ കണ്ടു. അപ്പൊ ആ നഴ്സാണ് പറഞ്ഞത് ഒരു 4.5 മൈലുണ്ട് അങ്ങോട്ടേക്ക് നടക്കാൻ തന്നെ. അപ്പൊ അത് കുറച്ച് റിസ്കിയാണ്, ഒരു ഹില്ലി ഏരിയയും അങ്ങനെയൊക്കെയാണ്. സ്റ്റീപ്പ് ആയിട്ടുള്ള ഇറക്കമുണ്ട്, കയറ്റമുണ്ട്, അങ്ങനെ നല്ല റൂട്ടാന്ന് പറയാം. അപ്പൊ 4 മൈൽ അങ്ങോട്ടും 4 മൈൽ ഇങ്ങോട്ടും 8 മൈൽ നല്ല ദൂരാന്ന് പറഞ്ഞു. പിന്നെ നേരെയുള്ള വഴിയായിരുന്നു ചിലപ്പോൾ ട്രൈ ചെയ്തേനെ. പക്ഷെ ഇങ്ങനെ ഇതായതുകൊണ്ട് കൊച്ചുമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം നല്ല ഈസ്റ്റിലെ ലൈറ്റ് ഹൗസിലോട്ട്, നമ്മൾ വെസ്റ്റോട്ടാണ് പോകാണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഈസ്റ്റിൻ്റെ ലൈറ്റ് ഹൗസ് അവിടുന്ന് 1 മൈലോ 1.5 മൈലേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. റാത്തൽ നൈലിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈസ്റ്റ് ലൈറ്റ് ഹൗസിലോട്ടാണ് നമ്മുടെ ഈ യാത്ര. ഞങ്ങൾ 1 മൈൽ നടന്നിട്ട് ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പം നമുക്ക് കാണാം ഇങ്ങോട്ട് ഒരു വഴിയുണ്ട്. അതുപോലെ ഇവിടുത്തെ ഡയറക്ഷൻ വെച്ചിട്ടുണ്ട്. ഈസ്റ്റ് 1/2 മൈലൂടെ ഉണ്ട് അങ്ങോട്ട് നടക്കാനായിട്ട്. മടുത്തോ? മടുത്തു വന്ന് ശതി മടുത്തോ? എന്നാ ചെയ്തിട്ടാ മടുത്തേ? അത് ഇരിക്കില്ലായിരുന്നോ? ഇപ്പോൾ നടക്കുമ്പോഴും ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ മോയിലിങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ. ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ വരുമ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ബൈക്ക് മീൻസ് സൈക്കിളൊക്കെ നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റും ഇവിടുന്ന്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ലൈറ്റ് ഹൗസ്. പ്രാമ ഇരുന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്തി. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ കാണാം കേട്ടോ. നോക്കി നല്ല രസമല്ലേ കാണാനായിട്ട്. റാത്തൽ നൈലിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ലൈറ്റ് ഹൗസ് ആണിത്. 19-ാം നൂറ്റാണ്ടിലാണ് ഈ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത്. കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 74 മീറ്റർ ഉയരെയാണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ലൈറ്റ് ഹൗസിന്റെ ഉയരം ഏകദേശം 27 മീറ്റർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 1856 നിർമ്മിച്ച ഈ ലൈറ്റ് ഹൗസ് ഡിസൈൻ ചെയ്തത് ജോർജ് ഹാൽപിൻ എന്ന് പറഞ്ഞ എഞ്ചിനീയർ ആണ്. സ്കോട്ട്ലൻഡിനും നോർത്തേൺ അയർലൻഡിനും ഇടയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നാവിഗേഷൻ സംവിധാനമായിട്ട് ഇന്നും ഈ ലൈറ്റ് ഹൗസ് പ്രവർത്തിച്ചു പോരുന്നു. പിടിക്കാം. പ്രാമുമായിട്ട് വരുന്നവരൊക്കെ സൂക്ഷിക്കുക. നടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മളിങ്ങനെ പിടിച്ച് പൊക്കി എടുത്ത് കൊണ്ടുവരാനായിട്ട്. നമ്മളിപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഫെറിയിലാണ് വന്നിരിക്കുന്നത്. അതായത് 25 മിനിറ്റ്സ് കൂടിയിട്ട് വരുന്നത്.
അപ്പം അതിൽ ലഗേജ് അലൗഡ് അല്ല, പിന്നെ പ്രാമും അലൗഡ് അല്ല. പക്ഷെ നമുക്ക് ഈ സ്ട്രോളർ നമുക്ക് അലൗഡ് ആണ്, അതായത് ഈ ചെറിയ സ്ട്രോളർ അതാകുമ്പോൾ ഹാൻഡി ആണല്ലോ, അതുകൊണ്ട്. പ്രോബ്ലം പിന്നെ എന്താ വെച്ചാൽ സ്ട്രോളറായിട്ട് വന്നാലും പ്രാമായിട്ട് വന്നാലും നമ്മൾ നടന്നാ പോകുന്നെങ്കിൽ ഇപ്പം മറ്റേ വെല്ലുഫെരയിൽ പ്രാമ് കയറ്റിക്കൊണ്ട് വരാൻ പറ്റും. പിന്നെ വണ്ടി ഇവിടുത്തെ ആൾക്കാരുടെ വണ്ടി മാത്രമേ അലോ ചെയ്യത്തുള്ളൂ എന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും സർവീസസിൻ്റെ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ നമ്മുടെ എന്നാ പ്രാമ് അല്ലെങ്കിൽ സ്ട്രോളറൊക്കെ ആയിട്ട് വരുമ്പം മെയിനായിട്ട് നമ്മൾ നോക്കും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ചില സ്ഥലത്ത് റോഡ് കാണും, ചില സ്ഥലത്ത് ഭയങ്കര ബമ്പി ആയിട്ടുള്ള ഈ കല്ലിട്ട റോഡായിരിക്കും. അപ്പോൾ അതിലുമ്പോഴും ഇങ്ങനെ ടയറൊക്കെ കറങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോഴത്തേനും റോഡുകളൊക്കെ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ്. അപ്പം നമ്മൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണം വരാനായിട്ട് കേട്ടോ. പിന്നെ ഈ റാത്തലിൻ്റെ ഐലൻഡിൽ ഇപ്പം ഞങ്ങൾ ഡിസ്ട്രിക്ട് നേഴ്സിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അവർ പറഞ്ഞതാണ് ഇൻ കേസ് ഓഫ് എനി എമർജൻസി ഒക്കെ ആകുമ്പോഴത്തേനും അവർ എയർ വഴി ലിഫ്റ്റ് ചെയ്യുവാണ്. അതായത് എന്നാ ഇപ്പം ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള സംഭവം എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള സംഭവങ്ങൾ വരുവാണെങ്കിൽ അവർ എന്നാ എയർ ലിഫ്റ്റ് ചെയ്യും ഇവിടുന്ന്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ എമർജൻസി അല്ലെങ്കിൽ മൈനർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ബോട്ട് വഴി ഫെയർ വഴി എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒന്നെങ്കിൽ ബെൽഫാസ്റ്റിലോട്ടോ ആൻഡ്രമിലോട്ടോ അങ്ങനെയാണ് അവരെ കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഫുള്ള് വഴി ഫുള്ള് വെള്ളമാണ്. ഇപ്പം ഞങ്ങൾ നമ്മളിങ്ങനെ പ്രാമ എടുത്തുകൊണ്ട് പോകാനായിട്ടിരിക്കുന്നതുകൊണ്ട് പൊക്കി എടുത്തുകൊണ്ട് പോവാണ്. ഓഹോയ്, ഇതുണ്ടോ നല്ല കഷ്ടപ്പാടുണ്ട്. ഇതുണ്ടോ 1.5 മൈലെന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് വന്നത് കേട്ടോ. അങ്ങോട്ട് വന്നപ്പോഴും അങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് പോകുമ്പോഴും നമുക്കിനി ഒരു വരവും കൂടെ വരേണ്ടി വരും. അതെ, നമ്മൾ ഏപ്രിൽ തൊട്ടിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 12 തൊട്ടങ്ങാണ്ടാണ് ഇവിടെ സീസൺ തുടങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വരുവാണെങ്കിൽ ആ സമയത്ത് വരുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം മെയിനായിട്ടുള്ള മറ്റേ ലൈറ്റ് ഹൗസും അതിനകത്തുള്ള സംഭവങ്ങളും എല്ലാം നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു ഐറ്റം എന്താണ്ട് ഇവിടെ നിൽപ്പുണ്ട്. ഇതിന്റെ പേര് അറിയാവുന്നവരൊന്ന് കമന്റ് ഇടുക. കൂടാതെ ഞങ്ങൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ എന്തായാലും പറയുന്നതായിരിക്കും. എൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ നീണ്ടിരിക്കുന്നുണ്ടോ? ഇതാണ് കേട്ടോ ഐറ്റം. ഇതിന്റെ പേര് എന്നാ പറഞ്ഞേ? വിക്കുന എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതിന്റെ പേര്. എനിക്ക് അറിയാക്കി വായിച്ചു. സ്മോളസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ ക്യാമൽ ഫാമിലി എന്നാണ് ഇതിന്റെ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പം ബെൽഫാസ്റ്റ് സൂവിലുണ്ട് ഈ സാധനം. ബെൽഫാസ്റ്റ് സൂവിൽ നമ്മൾ പോകുമ്പോൾ കാണിക്കാം അല്ലേ? അതെ. ഈ വീട്ടുകാരുടെ ഒരു ലെക്ക് നോക്കിയാൽ എന്ത് അടിപൊളി വ്യൂ ആണെന്നറിയാം അവർക്ക് കൂടെ. ആ ഒരു വീട് കണ്ടിട്ട് ഞങ്ങൾ കുറെ നേരം നിന്നു. കണ്ട അവര് എനിക്ക് തോന്നുന്നു റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യുവാന്ന് തോന്നേ. ആ വ്യൂവും എല്ലാം അവര് അവിടെ കാളവണ്ടിയുടെ ചക്രവും എല്ലാം വെച്ചിട്ട് നല്ലൊരു എന്താ പറയുന്നത് ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടാണ് അവരൊക്കെ ഇരിക്കുന്നത്. നമുക്കും പ്ലാൻ ചെയ്യാം ഒരു റിട്ടയർമെന്റ് ഒക്കെ ആവുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരു ലൈഫിലോട്ട് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ നടന്നു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. സംഭവം വെച്ചാൽ ഒരുപാട് വീടുകളുണ്ട്, പക്ഷെ കുറേ പുതിയ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ ചില വീടുകൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ആൾക്കാർ താമസിക്കുന്നില്ല. അതുപോലെ ചെറിയൊരു സ്പേസിൽ ഈ ഫാമായിട്ട് ചെറിയൊരു ക്യാരവനൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പം ഈ പഴയ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ചെറിയ ക്യാരവനായിട്ട് ഇങ്ങനെ ആൾക്കാർ സ്റ്റേ ചെയ്യുന്നതും. പിന്നെ ഇല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ Airbnb ഒക്കെ പോലെ കൊടുക്കാനിട്ടേക്കുന്നതായിരിക്കും. പക്ഷേ ആളുകളില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ശ്രദ്ധിച്ച കാര്യമാണ് ഇഷ്ടം പോലെ വണ്ടികൾ അബാൻഡനായി കിടപ്പുണ്ട്. അവിടെ പോയ വണ്ടികളായിട്ടും അതുപോലെ തന്നെ ചെറിയ ചെടികളൊക്കെ അതിൻ്റെ അത് കിളിപ്പിച്ചൊക്കെ അവരങ്ങനെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ അബാൻഡനായിട്ട് കിടക്കുന്നതായിട്ട് പല ഏരിയാസിലും നമ്മൾ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ആത്രലയിലോട്ട് വരുന്നവർ മെയിനായിട്ട് ശ്രദ്ധിച്ചോണം. ഇന്ന് നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാലാവസ്ഥയും കൂടെ മോശമായിരുന്നെങ്കിൽ നമ്മുടെ യാത്ര ഭയങ്കര ടഫായിരുന്നു ഇന്ന് അല്ലേ? അപ്പം നിങ്ങൾ വരുമ്പോൾ എപ്പോഴും കാലാവസ്ഥയും കൂടെ നോക്കുക. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ റാത്തൽ കാലാവസ്ഥ എന്നും പറഞ്ഞുകൊണ്ട് റാത്തൽ വെതർ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി ഗൂഗിളിൽ. അപ്പം അതിൻ്റെ അകത്ത് കാണും നല്ലതായിട്ട്. അപ്പം നമുക്ക് അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് വരാൻ പറ്റുമേ. ഞങ്ങൾ ഈ മേളിൽ നിന്നുള്ള വഴി കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നതാണേ. ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അവിടെ നമ്മൾ താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോകുമ്പം
ഇവിടെ ഒരു റിയു ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് 3 miles ആണ് തോന്നുന്നു കാണിക്കുന്നത് കേട്ടോ. 3 miles. ഒന്ന് പോയി നോക്കണോ? മടുത്ത്. ഞങ്ങള് ഇവിടുത്തെ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചായിരുന്നു കേട്ടോ. സംസാരിച്ചപ്പം പല കൺട്രീസിൽ നിന്ന് ആൾക്കാർ വന്ന് താമസിക്കുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ സംസാരിച്ച ഒരു പുള്ളിക്കാരത്തി ഇതുപോലെ USA വന്നിട്ട് ഇവിടെ സെറ്റിൽ ആയതാണ്. ആൻഡ് ആളുടെ ഹസ്ബൻഡ് ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പം അങ്ങനെ നിൽക്കുന്നത്. അപ്പം ഒരു റിട്ടയർമെന്റ് ലൈഫിനൊക്കെ ആണെങ്കിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. സൂപ്പർ സ്ഥലം. വേറെ ഒരു ശല്യമില്ല, ഒന്നുമില്ല. എല്ലാം എന്നാ പറയണ്ടേ, എല്ലാ ദിവസവും എഴുന്നേക്കുന്നു, അടിപൊളി വ്യൂ കാണുന്നു, ഒരു കപ്പ് കാപ്പി കുടിച്ചിരിക്കുക. റിട്ടയർമെന്റ് ലൈഫിനൊക്കെ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഒന്നും പറയാനില്ല അല്ലേ. പിന്നെ ഒരു എമർജൻസി അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ടുള്ളൂ. കാരണം ഇവിടെ ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എയർ ലിഫ്റ്റ് അങ്ങനെയൊക്കെ സംഭവം ചെയ്യേണ്ടി വരും. ഇപ്പം അവര് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അല്ലെ, കഴിഞ്ഞ ആഴ്ചയില് 2 പിള്ളേര് വന്നിട്ട് ഇതിന്റെ പാറയുടെ മേളിൽ കയറി. അവിടെ അങ്ങനെ കയറി പോകാൻ പറ്റില്ല. എല്ലായിടത്തും ഇങ്ങനെ ഇതുപോലെ ഫെൻസ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് അതൊന്ന് പോകാതെ ഇതിന്റെ മേളിൽ കയറിയിട്ട് അവിടുന്ന് 2 പേര് താഴെ വീണു. അത് കഴിഞ്ഞ് അവരെ അവിടുന്ന് എയർ ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് അങ്ങനെയുള്ള ആക്സിഡന്റുകളൊക്കെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മളും കെയർഫുൾ ആയിരിക്കണം. അടുത്ത് വന്ന് ഇവിടെയുള്ള ഒരു ബാറിൽ കയറിയതാണ്. ഇവിടെ ഒരു ബാർ ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ, ബാർ ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ 3 മണി വരെ ലഞ്ച് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ ബാറാണെങ്കിലും പക്ഷേ ഇവിടെ ഫുഡ് കാര്യങ്ങളൊന്നും ഓഫ് സീസണിലില്ല. സീസണിൽ വരുമ്പോൾ കുറച്ച് ഫുഡൊക്കെ കിട്ടും. പിന്നെ ഇതിന് വെളിയിലിരിക്കാനുള്ള സ്ഥലമുണ്ട്, അതുപോലെ തന്നെ അകത്തിരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് നോക്കിയേ. ഇതിന്റെ വെളിയിൽ സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല വെയിലാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അകത്തേക്ക് നോക്കത്തെ. നല്ല വ്യൂ ഒക്കെ കണ്ട് ഗിന്നസ് കുടിക്കുന്ന കാര്യം തല ചോദിക്കേ. അപ്പം ചേസ് കേട്ടോ. റാത്തിൽ നൈലിന്റെ ഇവിടെ ഒരു ഇതുണ്ട്. ഈ ജിയുടെ ഹാഫിൽ കറക്റ്റ് ആയിട്ട് കുടിച്ചിട്ട് ഒരു സിപ്പ് എടുത്തിട്ട് ജിയുടെ ഹാഫിൽ വരുവാണെങ്കിൽ അങ്ങനെ ഒരു എന്തൊരു ഇതുണ്ട്. നല്ല ഇവര് ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാവേ. ഇവിടം വരെ ജിയുടെ ഹാഫിൽ വരണമായിരുന്നു. ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ നമ്മളിവിടെ വന്ന് ഒരു ബ്ലാക്ക് കറണ്ട് മേടിച്ചു, സാറാമിക്ക്. പിന്നെ ഒരു ടെറ്റോ പോലത്തെ ഒരു ചെറിയ ലേസ് പോലത്തെ ഒരു സാധനം മേടിച്ചു. പിന്നെ റോസ്റ്റഡ് കറണ്ട് മേടിച്ചു. ഇതൊക്കെ ഉണ്ട്. ഡ്രിങ്ക്സ് ഉണ്ട്. ഇവിടുത്തെ ഒരു ഫേമസ് ബിയറാണ് കേട്ടോ, ഗിന്നസ്. നമ്മുടെ അയർലൻഡിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തത് കേട്ടോ. ആദ്യമേ കുടിച്ചപ്പോൾ ഒരു ചുമയുടെ ഒക്കെ ഒരു നാട്ടിലെ ചുമയുടെ മരുന്നിന്റെ ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ പിന്നീട് കുടിച്ച് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പം നമ്മുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഗിന്നസ്. ഞാൻ മേടിച്ചത് സ്മിർനോഫ് കേട്ടോ. പക്ഷെ ഇതിന്റെ ലെമൺ ഫ്ലേവർ. അപ്പൊ നമുക്കൊരു ലെമൺ ജ്യൂസ് കുടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിനുള്ളൂ. നമ്മൾ ഇത് കുടിക്കുമ്പോഴത്തേനും ഇതിന് 4% ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കളക്ഷൻ ടൈം, ലാസ്റ്റ് കളക്ഷൻ ടൈം Monday to Friday 11:45 AM, Saturday 8:15. അപ്പോൾ എന്തെങ്കിലും കത്തുകൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് അയക്കാം കേട്ടോ. കറക്റ്റ് സമയത്ത് പോസ്റ്റ് എടുക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിവിടെ മാനർ ഹൗസിലാണ് കേട്ടോ. ഇവിടുത്തെ ലഞ്ചൊക്കെ കിട്ടുന്ന ഒരു പ്ലേസാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോയത് ഈ ഒരു ലൈറ്റ് ഹൗസ് കേട്ടോ. ഈസ്റ്റ് ലൈറ്റ് ഹൗസ്. നിങ്ങൾ റാത്തനയിൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. കാരണം അതൊരു ലോക്കൽസിന് ഭയങ്കര സപ്പോർട്ടായിരിക്കും കേട്ടോ. I can't recall.
ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം നമ്മൾ കഴിച്ചിട്ട് വന്നാലും നമ്മൾ ഇവിടുന്ന് മാക്സിമം ലഞ്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതപ്പം വെറൈറ്റി ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണ്, നമ്മുടെ അവിടുത്തെ പോലെ തന്നെയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി ഇവിടെ റൈസും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള പോലെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈസ്റ്റ് ലൈറ്റ് ഹൗസ് റിയോ അതൊക്കെ കാണാനായിട്ട് നമുക്ക് ബസ് അവൈലബിൾ അല്ല. ഇപ്പം നമുക്ക് സീബേഡ് സാഞ്ചുറി അവിടെ പോകാനും വെസ്റ്റ് ലൈറ്റ് ഹൗസ് അവിടെയൊക്കെ പോകാനായിട്ട് മാത്രമാണ് നമുക്ക് പഫിംഗ് ബസ് അവൈലബിൾ ആയിട്ടുള്ള സമ്മർ ടൈമിൽ. അതായത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ മിഡ് ആകുമ്പോഴത്തേനുമാണ് അത് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. പിന്നെ പറയാനായിട്ടുള്ളത് ഈ ഈസ്റ്റിലോട്ടൊക്കെ പോകുമ്പോൾ ഈസ്റ്റ് ലൈറ്റ് ഹൗസ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ബൈ വോക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ റെൻ്റ് കാറോ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഒരു ബൈക്ക് കാര്യങ്ങൾ അതായത് സൈക്ലിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിരുന്നത് ഈ ഒരു ബാക്ക് പോർഷനിലാണ് നമ്മളിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇൻസൈഡും ഇരിക്കാം. കാരണം ഈ ചില നേരത്തെ തിരമാലയൊക്കെ അടിച്ചേച്ചിട്ട് അകത്തോട്ടൊക്കെ നമുക്ക് വെള്ളം തെറിക്കും. അപ്പോൾ നമുക്കറിയത്തില്ല, ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഇതാക്കാനായിട്ട് നമ്മൾ എന്തായാലും ഈ ഒരു ബാക്ക് പോർഷനിലാണ് നമ്മളിരുന്നത്. എങ്ങനെ ഉണ്ടെന്നറിയാം. പക്ഷെ കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചിലപ്പം തിരമാലയൊക്കെ അടിച്ച് വെച്ചിട്ട് അകത്തോട്ടൊക്കെ കയറാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഐറിഷ് സീയും അറ്റ്ലാന്റിക് ഓഷ്യനും തമ്മിലുള്ള ഒരു മെർജിങ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും പവർ വരുന്നത്. ഈ ഒരു തിരമാലയൊക്കെ ഇത്ര അടിച്ച് അങ്ങനെ കയറി വരുന്നത് ആ ഒരു ഇതുള്ളത് കൊണ്ടാണ്. അതിൻ്റെ രണ്ടിൻ്റെയും മെർജ് ആയതുകൊണ്ടാണ്. പിന്നെ മാക്സിമം എന്താ പറയുന്നത്, ഞങ്ങളെടുത്ത ഒരു ഫെറി എന്ന് പറയുന്നത് രാവിലെ 8:30 അവിടെ നിന്ന് എടുത്ത് ബാലിക്കാസിലിൽ നിന്ന് എടുത്തിട്ട് ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത് 4:30. ഒരു ഹറിബറി ആക്കാതെ അത് നമ്മൾക്ക് മാക്സിമം ടൈം എടുത്ത് എല്ലാ വ്യൂസും കണ്ട് നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാനായിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിങ് ചൂസ് ചെയ്തത്. ഇപ്പം നമുക്ക് സമ്മർ ടൈമിലൊക്കെ വരുമ്പോഴത്തേനും വെസ്റ്റിലോട്ടൊക്കെ പോകുമ്പം ലൈറ്റ് ഹൗസ് ഉണ്ട്. ഈസ്റ്റിൽ 2 ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പം വെസ്റ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ബസ് വഴി നമുക്ക് പോകാം. ഈസ്റ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് നടന്ന് കയറണം. അപ്പം ആ ഒരു ടൈം നമ്മൾക്ക് റിലാക്സ് ചെയ്ത് അതായത് അങ്ങനെ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പോകുന്ന ടൈം. അതാകുമ്പോൾ ഹറിബറി ആക്കാതെ നമുക്ക് അയ്യോ പെട്ടെന്ന് പോകണം അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് വേണ്ടി വരികയില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്. പറ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. വീണ്ടും നമ്മുടെ പാർക്കിൽ വന്നേക്കോട്ടോ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. കാരണം ഒരു മണിക്കൂർ കൂടെ ഉണ്ട് നമുക്ക് ഫെറി വരാനായിട്ട്. ഫെറി അവിടെ ഒന്ന് കിടപ്പുണ്ട് ആക്ച്വലി, അത് എടുക്കാനായിട്ട്. അപ്പം നമ്മൾ ആക്റ്റീവായിട്ട് കയറിയിട്ടുണ്ട് വീണ്ടും. പിന്നെ ഞങ്ങൾ വന്നപ്പം കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. അതായത് ക്രോസോൺറ്റും സിനമൺ റോളും അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ അവർക്കാണെങ്കിലും കഴിക്കാം, നമുക്കും കഴിക്കാം. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് കോഫി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ പൈപ്പുകളൊക്കെ ഇങ്ങനെ തുരുമ്പെടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കരയിൽ കിടക്കുന്ന സാധനങ്ങൾ മിക്കതും ഇങ്ങനെ തുരുമ്പെടുത്തിരിക്കുന്ന കാര്യം എന്നാ വെച്ചാൽ നമ്മുടെ ഈ കടൽ വെള്ളം ഉപ്പുവെള്ളമല്ലേ, അതിൻ്റെ ഇതിങ്ങനെ കാറ്റിങ്ങനെ അടിച്ച് വരുമ്പം അതുകൊണ്ട് അങ്ങനെ ഇത് ആവുന്ന. റാത്ലൈനിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങൾ തിരിച്ച് ഫോട്ടോ കയറും കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഈ റാത്ലൈനിലോട്ടുള്ളത്. ഇവിടുത്തെ ആളുകളുടെ ജീവിതശൈലി മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ഈസ്റ്റ് ലൈറ്റ് ഹൗസിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും ഇവിടുത്തെ രുചികരമായ ഭക്ഷണങ്ങളും അതുപോലെ ഡ്രിങ്ക്സൊക്കെ പരീക്ഷിക്കാനൊക്കെ നമുക്ക് സാധിച്ചു. ഒരു സീസൺ സമയത്ത് ഇവിടെ വന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് ഞങ്ങൾ ഈ ഐലൻഡ് വിട്ടു പോകുമ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു. ഈ ഐലൻഡ് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തത് ശരിക്കും ഒറ്റപ്പെട്ട ഒരു ദ്വീപിലോട്ടുള്ള യാത്രയായിരിക്കും എന്നാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് യഥാർത്ഥ ജീവിതത്തിൽ സത്യത്തിൽ നമ്മളെപ്പോഴും ഒരു തിരക്കിൻ്റെ ഒരു ചക്രത്തിൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അവർക്ക് മികച്ച ജീവിത നിലവാരവും അതോടൊപ്പം പ്രകൃതിയോടൊപ്പം ചേർന്ന് ശാന്തമായിട്ടുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു ചോദ്യം അങ്ങനെ മനസ്സിൽ ഉയർന്നു വരുന്നു, യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് അവരാണോ അതോ നമ്മളാണോ? അപ്പം വീക്കെൻഡ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയായിട്ട് കാണുന്നതും വരെ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.